أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر صدق الله العظيم لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله يا رسول الله انظر حالنا يا رسول الله اسمع قالنا പദവിയിൽ ഉത്കൃഷ്ട നബിയെ വാഴ്ത്തി ഞാൻ തുടങ്ങുന്നിതാ ആദ്യ വരിയിലെ വാക്ക് ബിസ്മില്ലാഹിയാൽ തുടങ്ങുന്നിതാ നബിയിലും അനുയായികൾ അനുഗാമികൾ കുടുംബങ്ങളിൽ ഞാൻ സ്വലാത്ത് സലാമിലാകെ ചൊല്ലി നിൻ വചനങ്ങളിൽ. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ സകല അപരാധങ്ങളും റഹ്മാനായ റബ്ബ് അവൻ്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ. ശേഷമുള്ള നമ്മുടെ ജീവിതം പാപരഹിതമായ പരിശുദ്ധമായ ജീവിതം നയിച്ച് ഈമാനോടെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ നമ്മെയും നാമുമായി ബന്ധമുള്ള ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മെ സ്നേഹിച്ചവർ, നാം സ്നേഹിച്ചവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സ്വർഗം നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. അവരുടെ കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ പൂന്തോട്ടങ്ങളാക്കി പരിവർത്തിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ മഹല്ലിൻ്റെ പരിസര മഹല്ലിൻ്റെ മഖബറകളിൽ മറമാടപ്പെട്ട് കിടക്കുന്നവർ നമ്മുടെ നാടിൻ്റെ, നമ്മുടെ മുൻഗാമികളാണ്. അവർ കൊണ്ട വെയിലാണ് നാം ഇന്ന് കൊള്ളുന്ന തണൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും സ്വർഗം നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. മരണശേഷം ആരോരും തിരിഞ്ഞു നോക്കാത്ത ദുരവസ്ഥയെ തൊട്ട് നമ്മെയും നമ്മുടെ മുൻഗാമികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, നാം ബലിപെരുന്നാളിൻ്റെ സുദിനത്തിലേക്ക് ഓരോ ദിവസം കഴിയുന്തോറും അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദുൽഖഅദ് 20 ഇനി കേവലം 20-19 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മൾ ബലിപെരുന്നാളിൻ്റെ സുദിനത്തിലേക്ക് എത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്കായി സന്തോഷിക്കുവാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന, ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന 2 ദിനങ്ങളാണ് ബലിപെരുന്നാളും ചെറിയ പെരുന്നാളും. അതിൻ്റെ ചെറിയ പെരുന്നാൾ നമ്മിൽ നിന്നും കടന്നുപോയി. അതുമായി ബന്ധപ്പെട്ട നോമ്പുകളും സൽക്കർമ്മങ്ങളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇനി നമ്മിലേക്ക് വരുന്ന 2ാമത്തെ ആഘോഷമാണ് ബലിപെരുന്നാൾ, വലിയ പെരുന്നാൾ. പേരുപോലെ തന്നെ ആ പെരുന്നാൾ ദിനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായി അള്ളാഹുവിലേക്ക് ചെയ്തുകൊണ്ട് സമർപ്പിക്കേണ്ടതായ ഒരു പ്രവർത്തനമാണ് ബലികർമ്മം എന്നുള്ളത്. കഴിഞ്ഞ ആഴ്ചകളിൽ അതിനെപ്പറ്റിയുള്ള വിശദീകരണങ്ങൾ ചെറിയ നിലയ്ക്ക് നാം സംസാരിച്ചിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ അമില ഇബ്നു ആദമ യൗമൻ നഹരി അമലൻ അഹബ്ബ ഇലല്ലാഹി മിൻ ഈറാസിദ്ദം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ മിൻ അമലിൻ അഹബ്ബ ഇലല്ലാഹി യൗമൻ നഹർ. പെരുന്നാൾ ദിവസം ഇബ്നു ആദം സന്തതി ചെയ്യുന്ന അമലുകളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈറാസുദ്ദം, രക്തത്തെ ഒലിപ്പിക്കലാണ്. അതായത് പെരുന്നാൾ ദിവസം മുഅ്മിനായ മനുഷ്യർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ വെച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ
അത് ബലിമൃഗത്തെ അറുക്കലാണ്, ബലി കൊടുക്കലാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയതുകൊണ്ട് സഹോദരങ്ങളെ, ബലി കൊടുക്കുക, ഉദ്ഹിയ്യത്തിന് വേണ്ടി നാം നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ സമയങ്ങളെ ചിലവഴിക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള വിഷയമാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ പള്ളിയുടെ കീഴിൽ നടക്കുന്ന ഉദ്ഹിയ്യയിലേക്ക് ധാരാളം സഹോദരങ്ങൾ പേര് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് നാം എല്ലാവരും കൊടുത്തു വീടുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ വാജിബായ ഒരു പ്രവർത്തനമാണ്, ഒരു സൽക്കർമ്മമാണ് ഉദ്ഹിയ്യത്ത് കർമ്മം എന്നുള്ളത്. പെരുന്നാൾ ദിവസത്തിൻ്റെ അന്ന് ചിലവുകൾ കഴിച്ച് അവനിക്ക് സാമ്പത്തികമായിട്ടോ വസ്തുവകകളായിട്ടോ ഒരു ഉദ്ഹിയ്യയ്ക്ക് വേണ്ടതായ സമ്പത്ത് അവനിക്ക് മിച്ചമുണ്ട് എങ്കിൽ അവനിക്ക് ഉദ്ഹിയ്യ അറുക്കൽ വാജിബാണ് എന്ന് പരിശുദ്ധമായ ഹനഫി ഇമാം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി അവനിക്ക് ഒരു മൃഗത്തെ വാങ്ങി അറുക്കുവാനുള്ള ശേഷിയില്ല എങ്കിൽ ഒരു മൃഗത്തിൻ്റെ 1/7 ഷെയർ കൊടുത്തെങ്കിലും ആ പുണ്യകർമ്മത്തിൽ ഭാഗമാക്കേണ്ടത് ഓരോ മനുഷ്യൻ്റെ കയ്യിലും നിർബന്ധമായ കാര്യമാണ്, വാജിബായ കാര്യമാണ്. നമുക്കറിയാം, ഉദ്ഹിയ്യത്ത് കർമ്മത്തെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയാകേണ്ടതുണ്ട്. കാരണം എന്തേ? പുരുഷന്മാരാണ് കൂടുതലും ഉദ്ഹിയ്യ കർമ്മത്തിൽ പങ്കുചേരുന്നത്. എന്നാൽ ഉദ്ഹിയ്യ കർമ്മം പുരുഷന്മാർക്ക് വേണ്ടി മാത്രം പ്രത്യേകമായതായ ഒരു അമലല്ല. നമ്മൾ നമ്മുടെ വീട്ടിലുള്ളതായ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കണം, പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളുടെ മേലും വാജിബായ ഒരു കർമ്മമാണ് ഉദ്ഹിയ്യത്ത് എന്നുള്ളത്. പുരുഷന്മാരുടെ മേൽ നിർബന്ധമാകുന്ന മയ്യത്ത് നമസ്കാരം അങ്ങനെ പുരുഷന്മാരുടെ മേൽ മാത്രമായിട്ട് വാജിബാകുന്ന, നിർബന്ധമാകുന്ന ഒരു കടമയല്ല. ഉദ്ഹിയ്യത്ത് എന്നത് ആണാകട്ടെ പെണ്ണാകട്ടെ ഈ പറഞ്ഞതായ നിബന്ധന വെച്ചുകൊണ്ട് ബാക്കി കൈവശം മിച്ചം സാമ്പത്തികമായ ശേഷിയുള്ളവരാണ് എങ്കിൽ അത് ആണിനും പെണ്ണിനും ഒരുപോലെ തന്നെ വാജിബാണ്. നമുക്കറിയാം, നമ്മുടെ നാടുകളിലെല്ലാം ആണുങ്ങൾ മുൻകൈയെടുത്ത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സഹോദരിമാർക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെ അങ്ങനെ ഒരു തോന്നലുണ്ട് എങ്കിൽ നാം തിരുത്തേണ്ടതുണ്ട്. നമ്മുടെ ഭാര്യമാരുടെ പേരിൽ, നമ്മുടെ ഉമ്മമാരുടെ പേരിൽ, അവരുടെ പേരിൽ വസ്തുക്കളോ സമ്പത്തുകളോ ഉള്ളവരാണ് എങ്കിൽ അവർക്കും ഈ ഉദ്ഹിയ്യത്ത് കർമ്മത്തിൽ പങ്കുചേരുക എന്നുള്ളത് വാജിബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ഹിയ്യ കർമ്മത്തിന്റെ ശ്രേഷ്ഠതയെപ്പറ്റി ഖുർആനിൽ ഒരു അധ്യായം തന്നെ ഇറക്കിയിരിക്കുകയാണ്. ഇവിടത്തിൽ ഓതിവെച്ചതായ സൂറത്ത് ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഏറ്റവും ചെറിയതായ സൂറത്താണ്. നമുക്കറിയാം, ഖുർആനിൽ വെച്ച് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞതായ ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ എന്ന ഈ സൂറത്ത്. ഈ സൂറത്ത് ആയത്തുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ 3 ആയത്തുകൾ മാത്രമാണ് ഉള്ളതെങ്കിലും ഇതിൻ്റെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം നോക്കുകയാണ് എങ്കിൽ വളരെയേറെ മഹത്വങ്ങൾ നിറഞ്ഞതായ ഒരു സൂറത്താണ് എന്ന് മുഫസ്സിരീങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. എന്താണ് ഈ ആയത്തുകളിലൂടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നാ അഅ്തൈനാകൽ കൗസർ. അല്ലയോ പ്രവാചകരെ, പ്രവാചകനെ നോക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അഅ്തൈനാകൽ കൗസർ, താങ്കൾക്ക് നാം കൗസർ എന്ന ഒരു പദവി നൽകിയിരിക്കുന്നു. മുഫസ്സിരീങ്ങൾ 2 വിഭാഗമായി ഇതിനെ പറയുന്നുണ്ട്. ഈ ആയത്തിനെ 2 വിഭാഗമായി വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ്, അഅ്തൈനാകൽ കൗസർ. കൗസർ എന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാളെ മഹ്ശറിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഹൗലുൽ കൗസറിന്റെ വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പ്രതിപാദിക്കുന്നത് എന്ന് ഒരു വിഭാഗം മുഫസ്സിരീങ്ങൾ പറയുകയാണ്. മഹ്ശറിൽ വെച്ച് മനുഷ്യകുലത്തിന് മുഴുവനും ദാഹിച്ച് പരവശനായി നിൽക്കുന്നതായ വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാഹത്തിന് ശമനം നൽകുവാൻ വേണ്ടി അവിടത്തിൽ ഒരേ ഒരു ജലാശയം, ഒരേ ഒരു മാർഗം മാത്രമാണ് മഹ്ശറിലുള്ളത്. അതാണ് ഹൗലുൽ കൗസർ. ആ ഹൗലുൽ കൗസറിന്റെ ഉടമസ്ഥാവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത് ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ഈ ഒരു ഹൗലുൽ കൗസറിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ഒരു വിഭാഗം മുഫസ്സിരീങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് പറയുകയാണ്, ഫസല്ലി ലിറബ്ബിക വൻഹർ. അങ്ങനെയുള്ളതായ ഹൗലുൽ കൗസർ കിട്ടിയതിന് പകരമായിട്ട് താങ്കൾ എന്ത് ചെയ്യണം? ഫസല്ലി ലിറബ്ബിക, താങ്കളുടെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുക. ഇങ്ങനെയുള്ള ഹൗലുൽ കൗസർ എന്ന മഹത്തായ അനുഗ്രഹം താങ്കളുടെ പേരിൽ നൽകിയത് കൊണ്ട്
മറ്റൊരു പ്രവാചകന്മാർക്കും മറ്റൊരു സൃഷ്ടിക്കും നൽകാത്തതായ ഉത്തമമായ ഒരു അനുഗ്രഹം, ഹൗലുൽ കൗസർ എന്ന അനുഗ്രഹം താങ്കൾക്ക് നൽകിയതിൻ്റെ ഫലമായിട്ട് നന്ദി സൂചകമായിട്ട് താങ്കൾ ചെയ്യേണ്ട പ്രവർത്തനം ഫസല്ലി ലിറബ്ബിക വൻഹർ, താങ്കളുടെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുക. മാത്രമോ വൻഹർ, ബലി കൊടുക്കുക, ബലികർമ്മം നടത്തുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉദ്ബോധനം നൽകുകയാണ്. മറ്റൊരു വിഭാഗം മുഫസ്സിരീങ്ങൾ പറയുന്നത് അൽ കൗസർ എന്ന് പറഞ്ഞാൽ ഖൈറുൻ നിഅമ, ധാരാളം അനുഗ്രഹങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അങ്ങനെയുള്ളതായ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ദുനിയാവിലുള്ള മുഴുവൻ മനുഷ്യരെ വെച്ച് നോക്കുമ്പോൾ ആ മനുഷ്യരിൽ വെച്ച് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകിയത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അതുകൊണ്ട് അൽ കൗസർ എന്നാൽ ഹുവ ഖൈറുൽ കസീർ, ധാരാളം അധികരിച്ചതായ അനുഗ്രഹങ്ങൾ എന്നതാണ് മറ്റൊരു വിഭാഗം മുഫസ്സിരീങ്ങൾ നൽകിയിരിക്കുന്നതായ വിവക്ഷ. എന്തു തന്നെയായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നതായ അനുഗ്രഹങ്ങളുടെ പേരിൽ ഫസല്ലി ലിറബ്ബിക, താങ്കളുടെ രക്ഷിതാവിന് വേണ്ടി താങ്കൾ നമസ്കരിക്കുക, വൻഹർ, ബലി കൊടുക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് തന്നെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ലോക മുസ്ലിമീങ്ങളോട്, ലോക ജനതയോട് കൽപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മുടെ നാടുകളിൽ നമ്മുടെ ഉപ്പമാരുടെ ചെറുപ്പകാലഘട്ടത്തിൽ നമ്മുടെ ഈ തലമുറയ്ക്ക് മുൻപുള്ളതായ കാലഘട്ടത്തിൽ നമ്മുടെ നാടിൻ്റെ സാമ്പത്തികമായ അവസ്ഥ എന്നുള്ളത് വളരെ പരിതാപകരമായിരുന്നു. എന്നാൽ നമ്മുടെയൊക്കെ ഈ ഒരു കാലഘട്ടമായപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ നാട് നല്ലതായ സമ്പൽ സമൃദ്ധിയിലാണ്. നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ സമപ്രായക്കാർക്കൊന്നും ദാരിദ്ര്യം എന്താണെന്ന് അറിയേണ്ടതായ ഒരു അവസ്ഥ വന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി നൽകുമാറാകട്ടെ. നമ്മുടെ ഉപ്പമാരുടെയൊക്കെ കാലഘട്ടം നമുക്കറിയാം, നമ്മുടെ കാരണവന്മാരായ സഹോദരങ്ങൾക്കറിയാം, പിതാക്കന്മാർക്കറിയാം. അന്ന് കാലത്ത് വളരെയധികം ചുരുങ്ങിയതായ ഉദ്ഹിയകൾ മാത്രമാണ് ഓരോ വലിയ വലിയ തറവാടുകളിലോ അല്ലെങ്കിൽ പള്ളിക്ക് കീഴിലോ ഉണ്ടായിരിക്കുക. എന്നാൽ ഇന്ന് നമ്മുടെ മഹല്ലിലെ 95% മുകളിലുള്ള ആളുകൾക്കും ഉദ്ഹിയ അറുക്കുവാൻ ഉദ്ഹിയ വാജിബാണ്, ഉദ്ഹിയ നിർബന്ധമായവരാണ്. ഒരു 9,000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ മിച്ചമില്ലാത്തവരായിട്ട് നമ്മുടെ നാട്ടിൽ ആരും തന്നെ കാണുകയില്ല. ഇതെല്ലാം ഓരോരുത്തരും സ്വന്തമായി തന്നെ ചിന്തിക്കേണ്ടതായ വസ്തുതയാണ്. ഓരോരുത്തരും നമ്മൾ മനസ്സിലൊന്ന് ഓർത്തു നോക്കണം. എനിക്ക് 9,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ പെരുന്നാൾ ദിവസം മിച്ചമുള്ള ആളാണോ ഞാനെന്ന് സ്വന്തമായി ചിന്തിച്ചതിന് ശേഷം അങ്ങനെ നമ്മുടെ മനസ്സിലൊരു ഉത്തരം ലഭിക്കും. അങ്ങനെ ലഭിക്കുന്ന ഉത്തരം ഓക്കെയാണ്, എനിക്ക് ബാലൻസ് ഉള്ളവനാണ് എന്നുള്ളതാണ് എങ്കിൽ അറിയണം സഹോദരങ്ങളെ, നമ്മുടെ മേൽ, എൻ്റെ മേൽ ഈ ഉദ്ഹിയ എന്ന് പറയുന്നതായ കർമ്മം അത് എൻ്റെ മേൽ നിർബന്ധമാണ്. നാം ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതായ മറ്റൊരു വസ്തുതയുണ്ട്. ഒരു വാജിബായ കാര്യം നമ്മുടെ മേൽ നിർബന്ധമായതിനു ശേഷം നമ്മൾ അതിനെ വിട്ടുകളഞ്ഞു, അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് അടുത്ത ദിവസം നമ്മൾ മരണത്തിലേക്ക് അടുക്കുകയാണ് എങ്കിൽ, തൊട്ടടുത്ത ദിവസം നമ്മൾ അല്ലാഹുവിങ്കലേക്ക് മടങ്ങിപ്പോകുന്നവരാണ് എങ്കിൽ, ജീവിതത്തിന്റെ അവസാന സമയത്ത് നിർബന്ധമായതായ ഒരു കർമ്മം അത് ഉപേക്ഷിച്ചവനായ നിലയിലാണ് ഞാനും നിങ്ങളും അല്ലാഹുവിനെ കണ്ടുമുട്ടുക. എത്രയോ ഗൗരവമുള്ളതായ ഒരു വാജിബായ സൽക്കർമ്മമാണ്. ഒരു ഫറലായ കാര്യം അതിനെ ഉപേക്ഷിച്ചവനായ നിലയിൽ, വാജിബായ കർമ്മത്തിനെ ഉപേക്ഷിച്ചവനായ നിലയിലാണ് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ അത് വളരെ പരിതാപകരമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആദ്യത്തെ ദിവസത്തിൽ ഇവിടത്തിൽ പരിചയപ്പെട്ടതായ ഒരു ഹദീസിനെ ഒന്നുകൂടി നിങ്ങളുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുവരികയാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം ഹജ്ജ് എന്ന് പറയുന്നതായ സൽക്കർമ്മം അത് നമ്മുടെ മഹല്ലിൽ, നമ്മുടെ നാടുകളിൽ എല്ലാവർക്കും തന്നെ ചെയ്യാൻ സാധിക്കുന്നതല്ല. വളരെയധികം സാമ്പത്തികമായ ചിലവുണ്ട്, വളരെയധികം ആരോഗ്യപരമായ ശേഷി ഉണ്ടാകേണ്ടതുണ്ട്, യാത്രാ സംബന്ധമായി സുഗമമായ മാർഗമുണ്ടാകേണ്ടതുണ്ട്. പക്ഷേ ഉദ്ഹിയ എന്ന് പറയുന്ന കർമ്മം ഈ പറഞ്ഞ തരത്തിൽ ഓരോരുത്തർക്കും നിർബന്ധമാകുന്ന ഒരു വസ്തുതയാണ് എന്നിരിക്കെ ഹാജിമാർ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നും അളവല്ലാത്ത പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുന്ന സന്ദർഭം ലോകത്തിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും ഒരേ മനസ്സോടെ, ഒരേ വസ്ത്രത്തോടെ, ഒരേ ഡ്രസ് കോഡോട് കൂടി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു,
നിന്റെ വിളിക്കിതാ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന മന്ത്രധ്വനികളോടുകൂടി അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് ഹാജരായപ്പോൾ സഹോദരങ്ങളെ, അവർ അവരുടെ ഓരോ അനക്കങ്ങളിലും അടക്കങ്ങളിലും എത്രയോ പ്രതിഫലമാണ്, എത്രയോ പുണ്യമാണ് വാരിക്കൂട്ടുന്നത്. ആ പ്രതിഫലത്തിലൊന്നും പങ്കാകുവാനുള്ള തൗഫീഖ് എനിക്കോ നിങ്ങൾക്കോ കിട്ടിയിട്ടില്ല. ആ പ്രതിഫലങ്ങളിൽ പങ്കാകുവാനുള്ളതായ തൗഫീഖിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലവിൽ നമുക്ക് നൽകിയിട്ടില്ല. അങ്ങനെയുള്ളതായ ഒരു സാഹചര്യത്തിൽ ആ ഹാജിമാരോട്, ഹജ്ജുമ്മമാരോട് വളരെ പുണ്യമായതായ ഒരു സൽക്കർമ്മം ചെയ്തുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഉളഹിയത്ത് എന്നതായ സൽക്കർമ്മത്തെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമയത്ത് വാജിബായ കർമ്മമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹാജിമാരുടെ പ്രതിഫലത്തിന്റെ എന്തെങ്കിലും ഒരു അംശം നമുക്കും വേണ്ടേ സഹോദരങ്ങളെ? അതുകൊണ്ടുകൂടിയാണ് ഉളഹിയത്ത് ഇത്രത്തോളം നിർബന്ധമാണ്, വാജിബാണ് എന്ന് പരിശുദ്ധമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉളഹിയത്തിന്റെ നിർബന്ധിതാവസ്ഥയെ, അതിന്റെ ഗൗരവത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുകയാണ്. മൻ കാന ലഹു സഅതുൻ വലം യുളഹി فليمت إن شاء يهوديا أو إن شاء نصرانيا من كان له سعة ولم يضحي ആർക്കെങ്കിലും ഉളഹിയ ചെയ്യുവാനുള്ളതായ വിശാലതയുണ്ടാവുകയും ആർക്കെങ്കിലും ഉളഹിയയ്ക്ക് വേണ്ടതായ സമ്പത്ത് ബാക്കിയാവുകയും അതിനുള്ള സാഹചര്യങ്ങൾ മുന്നിട്ട് വരികയും വലം യുളഹി, അവൻ എന്നിട്ട് ആ ഉളഹിയ കർമ്മത്തിൽ പങ്കാകാതെ പിറകോട്ട് നിൽക്കുകയാണ് എങ്കിൽ ഫല്യമുത് ഇൻ ശാഅ യഹൂദിയ ഔ ഇൻ ശാഅ നസ്റാനിയ, അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ യഹൂദിയായിട്ട് മരിച്ചു കൊള്ളട്ടെ, ഔ ഇൻ ശാഅ നസ്റാനിയ, അല്ലെങ്കിൽ അവൻ നസ്റാനിയായിട്ട് മരിച്ചു കൊള്ളട്ടെ, ചത്തുകൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെയേറെ ഗൗരവമുള്ളതായ, കടുപ്പമുള്ളതായ വാക്കാണ്, വളരെയേറെ കടുപ്പമുള്ളതായ വർത്തമാനമാണ്. സഹോദരങ്ങളെ, പറഞ്ഞുവല്ലോ, ഈ ഒരവസ്ഥയിലേക്കാണ് ഞാനും നിങ്ങളും രക്ഷിതാവിങ്കലേക്ക് മടങ്ങുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? അടുത്ത ബലികർമ്മത്തിലേക്ക്, അടുത്ത ഒരു ഉളഹിയയിലേക്ക് എനിക്കോ നിങ്ങൾക്കോ ആയുസ്സുണ്ടാകുമോ? നമുക്കെന്താണ് ഉറപ്പ്? ഇതൊരിക്കൽ നമ്മുടെ അവസാനത്തെ അവസരമായേക്കാം. ഇത് പക്ഷേ റബ്ബ് തആല നമുക്ക് നൽകുന്നതായ അവസാന ചാൻസ് ആയേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും തന്നെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതിന്റെ ഗൗരവം ഇത്രത്തോളം പറഞ്ഞത് നമുക്ക് ലഭിക്കുന്നതായ ചാൻസുകളെ, ഓരോ അവസരങ്ങളെ കൃത്യമായ രീതിയിലൂടെ നാം മുതലാക്കിയാൽ മാത്രമാണ് നാളെ പരലോകത്ത് അവന്റെ സ്വർഗത്തിൽ, അവന്റെ പറുദീസയിലേക്ക് നമുക്ക് ചെന്നെത്തുവാൻ സാധ്യമാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്തിനാണ് ഈ ഉളഹിയ കർമ്മത്തെ ഇത്രയധികം വാജിബായ കർമ്മമാക്കി വെച്ചിരിക്കുന്നത്? ലയനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നമ്മൾ ഈ അറുക്കുന്ന മൃഗത്തിന്റെ ഇറച്ചിയോ രക്തമോ ഒന്നും അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുന്നില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. പിന്നെയോ നാം ഈ അറുക്കുന്നതായ കിലോ കണക്കിന് ഇറച്ചികളോ ലിറ്റർ കണക്കിന് രക്തങ്ങളോ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എത്തുന്നില്ല. മറിച്ച് വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതായ തഖ്വയാണ് അള്ളാഹുവിന്റെ നോട്ടം. ആരുടെ ഹൃദയത്തിലാണോ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പാടുള്ളത്, അള്ളാഹുവിനെ നിഷ്കളങ്കമായി ചെയ്യുന്നവനാരാണോ, ആ പ്രവൃത്തിയിലേക്കാണ്, ആ ഒരു ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടമെന്ന് പരിശുദ്ധമായ ഖുർആൻ. സഹോദരങ്ങളെ, ഉളഹിയ എന്നത് വളരെയധികം ത്യാഗത്തിന്റെ, ആത്മസമർപ്പണത്തിന്റെ പിൻബലമുള്ളതായ ഒരു ചരിത്രമാണ്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹാപ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പൊന്നോമന മകനെ നൽകുകയാണ്. ധാരാളം ദുആ ചെയ്ത് മക്കളില്ലാത്ത വിഷമം ഉള്ളിലൊതുക്കി അള്ളാഹുവിനോട് വളരെയധികം കേണ് ദുആ ചെയ്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സന്താനത്തെ നൽകുകയാണ്. വളരെയധികം കളിച്ചിരികളും തമാശകളുമായി മഹാനവർകൾ ആ പൊന്നുമോനെ വളർത്തിക്കൊണ്ടുവരികയാണ്.
അങ്ങനെയുള്ളതായ സാഹചര്യത്തിൽ ഇതാ വരുന്നു അള്ളാഹുവിന്റെ കൽപ്പന. അള്ളാഹു തആല പറയുകയാണ്, സ്വപ്നത്തിലൂടെ പറയുകയാണ്, ഇന്നി അദ്ബഹു മാ തറാ ഇന്നി അറാ ഫിൽ മനാം യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം. അല്ലയോ മകനെ, നിന്നെ അറുക്കുന്നതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നാം സാധാരണക്കാർ കാണുന്ന സാദാ സീദാ സ്വപ്നങ്ങളല്ല, അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതായ കൃത്യമായ വഹീകളാണ്. അങ്ങനെയുള്ളതായ സ്വപ്നത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല വഹീന്റെ രൂപത്തിലായിട്ട് ഇബ്രാഹിം നബിക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ആ ഒരു വിവരം ഇസ്മായിൽ നബിയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറയുകയാണ്, ഇഫ്അൽ മാ തറാ, താങ്കൾ കണ്ടത് പ്രകാരം താങ്കൾ പ്രവർത്തിച്ചു കൊള്ളുക. ആ പൊന്നോമനയെ അങ്ങനെ അറുക്കുന്നതിന് വേണ്ടി ഒരു മലഞ്ചെരുവിലേക്ക് കൊണ്ടുപോവുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാന സമയമായപ്പോൾ ഒരു ആടിനെ അവിടത്തിൽ കൊടുത്തുകൊണ്ട് അതിനെ മകന് പകരമായി ഉളഹിയ ബലികർമ്മമായി നടത്തുവാനുമുള്ള ചരിത്രമാണ്, കൽപ്പനയാണ് നമ്മുടെ ഈ ഉളഹിയയ്ക്ക് പിന്നിലുള്ളതായ ചരിത്രം. അതുകൊണ്ട് തന്നെ വളരെയധികം തഖ്വയാണ്, സൂക്ഷ്മതയാണ് നമ്മുടെ ഈ ഉളഹിയയ്ക്ക് വേണ്ടത്. നാം ഒരു മൃഗത്തെ വാങ്ങി അങ്ങ് വെറുതെ അറുത്തു കൊടുക്കുന്നതോടുകൂടി നമ്മുടെ കടമകൾ കഴിഞ്ഞില്ല. ഒരു മൃഗത്തെ നാം വാങ്ങി അതിനെ നാം പരിപാലിച്ച് വളർത്തി എടുത്താൽ മാത്രമാണ് നമ്മുടെ മനസ്സിൽ ആ മൃഗത്തെ അറുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയുണ്ടല്ലോ. നമ്മൾ പരിപാലിച്ച് വളർത്തുന്ന മൃഗമാണ് എങ്കിൽ, നമ്മൾ നോക്കി വളർത്തുന്ന മൃഗമാണ് എങ്കിൽ അതിൻ്റെ കഴുത്തിലേക്ക് കത്തിവെക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മാനസികമായ ഒരു വിഷമമുണ്ടല്ലോ, ആ വിഷമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കും. എന്നിട്ടാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത്. നാം സാധാരണ നാട്ടിൽ കാണുന്ന പോലെ മൃഗങ്ങളെ പോലെ വെറുതെ ഒരു മൃഗമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അങ്ങ് നിസാരമാക്കുവാനും പാടുള്ളതല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളിമു ലഹായാക്കും, നിങ്ങളുടെ ഉളഹിയ മൃഗങ്ങളെ നിങ്ങൾ ആദരിക്കുക, നിങ്ങൾ ബഹുമാനിക്കുക. കാരണം എന്തേ? ഫഇന്നഹാ അലസിറാതി മതായാക്കും. ദുനിയാവിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഒന്നിലധികം വാഹനങ്ങളുണ്ട്. നമുക്കൊന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ, ഇങ്ങോട്ട് വരണമെങ്കിൽ നമുക്ക് ഒന്നല്ല രണ്ടല്ല 3 വാഹനങ്ങളുള്ള വീട് ഇന്ന് സർവ്വസാധാരണമാണ്. ഒരു വീട്ടിൽ വാപ്പയും മകനും ഉണ്ടെങ്കിൽ വാപ്പയ്ക്കും മകനും സെപ്പറേറ്റ് വാഹനങ്ങൾ ഉണ്ടാകും. എല്ലാം നല്ലത് തന്നെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നിലനിർത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് അള്ളിമു ലഹായാക്കും, നിങ്ങൾ നിങ്ങളുടെ ഉളഹിയ മൃഗങ്ങളെ നിങ്ങൾ ബഹുമാനിക്കുക. കാരണം എന്തേ? ഫഇന്നഹാ അലസിറാതി മതായാക്കും. നാളെ സിറാത്ത് എന്ന് പറയുന്നതായ പാലമുണ്ടല്ലോ, ഒരു മുടിയെ എടുത്ത് 7 ആക്കി അതിൻ്റെ ഒന്നിനെ എടുത്ത് കെട്ടിയിട്ടുള്ളതായ പാലമുണ്ടെന്ന് നാം മദ്രസകളിൽ പഠിച്ചിട്ടുണ്ട്. അത്രത്തോളം നേർമയുള്ളതായ ആ പാലത്തിലുള്ള സഞ്ചാരത്തിന് നമ്മെ സഹായിക്കുന്നത് നാം ഈ ഉളഹിയ നൽകിയതായ മൃഗങ്ങളായിരിക്കും. മിന്നൽ വേഗത്തിലും കാറ്റിന്റെ വേഗത്തിലും നടന്ന വേഗത്തിലുമെല്ലാം സഞ്ചരിക്കുന്ന ധാരാളം ആളുകൾ, സിറാത്തിലൂടെ സഞ്ചരിക്കുന്ന ധാരാളം ആളുകളെ പറ്റി ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, നാളെ നമ്മൾ സിറാത്തിലേക്ക് വരുമ്പോൾ അവിടത്തിൽ നമുക്ക് കൂട്ടായി, നമുക്ക് താങ്ങായി വരുന്നത് നാം ഈ ദുനിയാവിൽ വെച്ച് നൽകുന്ന ഉളഹിയ മൃഗങ്ങളാണ്. ആയതുകൊണ്ട് നല്ല മൃഗത്തെ തിരഞ്ഞെടുത്ത് ഉളഹിയ കർമ്മം നിർവഹിക്കുക എന്ന് ഹദീസിന്റെ ആശയങ്ങളിൽ നിന്ന്, പാഠങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മുടന്തുള്ള മൃഗം, കൊമ്പൊടിഞ്ഞത്, രോഗം വന്ന, മെലിഞ്ഞത്, ക്ഷീണിച്ചതായ മൃഗങ്ങളെ ഒന്നും ഉളഹിയയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുവാൻ പാടുള്ളതല്ല. നല്ല ആരോഗ്യമുള്ള, നല്ല തടിച്ച് കൊഴുത്ത മൃഗങ്ങളെ വേണം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുവാൻ. നാം വെറുതെ ഇറച്ചിക്ക് വേണ്ടി അറുത്തു കളയുന്നതല്ല എന്ന് നാം മനസ്സിലാക്കിയല്ലോ സഹോദരങ്ങളെ. ഉളഹിയയുടെ പവിത്രതയും അതിൻ്റെ കാര്യങ്ങളും പൂർണ്ണമായും മനസ്സിലാക്കി നല്ല നിലയ്ക്ക് അമൽ ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഉളഹിയയെ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം സുന്നത്തായതായ കുറച്ച് കാര്യങ്ങളുണ്ട്. വിശദമായി വരുന്ന ആഴ്ചകളിൽ സംസാരിക്കാം. നാം ഉളഹിയ കർമ്മത്തിന് വേണ്ടി പൈസയെ മാറ്റിവെക്കുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ നാം ഉളഹിയയ്ക്ക് ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ നാം കൃത്യമായി ഒരു കരുതലോടുകൂടി മാറ്റിവെക്കേണ്ടതുണ്ട്. നമ്മുടെ ഏതൊരു പ്രവർത്തനത്തിനും നിയ്യത്ത് അനിവാര്യമാണ്. നാം സാധാരണ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിയ്യത്തുകൾ കരുതാറുള്ളത് പോലെ അള്ളാഹുവിലേക്ക് ചെയ്യുന്നതായ ഒരു ഇബാദത്താണ്. അതിൻ്റെ പൈസയെ മാറ്റിവെക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിങ്കലേക്ക് എൻ്റെ വാജിബായ ഉളഹിയയ്ക്ക് ഞാൻ
ചിലവഴിക്കുന്നു എന്നുള്ളതായ ഒരു കരുതൽ നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നിറഞ്ഞു നിൽക്കുന്ന സ്മരണകളാണ് ഉദ്ഹിയയിലൂടെ നമ്മിലൂടെ നടപ്പിലാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കി, മേന്മകൾ മനസ്സിലാക്കി, നന്മയെ നന്മയായി മനസ്സിലാക്കി പിൻപറ്റുവാനും തിന്മയെ തിന്മയാക്കി മനസ്സിലാക്കി ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനുമുള്ള നല്ല തൗഫീഖിനെ നാഥൻ തമ്പുരാൻ നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളെ സൽക്കർമ്മമായി ഖബൂലാക്കുമാറാകട്ടെ. വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.